ഹായ്, ഞാൻ പ്രതാപൻ. എക്സലിൽ പലപ്പോഴും നമ്മൾ തയ്യാറാക്കപ്പെടുന്ന സ്റ്റേറ്റ്മെൻറ്റിന് ആനുപാതികമായിട്ട് അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ചെയ്യാറുണ്ട്. അതൊന്നുകിൽ ചാർട്ടായിട്ടോ മറ്റുള്ള എന്തെങ്കിലും പ്രോഗ്രസ് ബാറുകളായിട്ടോ ഒക്കെയാണ് നമ്മളത് തയ്യാറാക്കുന്നത്. മറ്റുള്ളവരുടെ മുന്നിൽ അത് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് വളരെ എളുപ്പമാർഗ്ഗത്തിൽ അത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഒരു ബിസിനസ് ഫേം പോലെയുള്ളിടത്ത് ചാർട്ടുകളുടെയും പ്രോഗ്രസ് ബാറുകളുടെയും ആവശ്യകത വളരെ കൂടുതലാണ്. ഇപ്പോൾ ഞാൻ ഈ സ്ക്രീനിൽ തയ്യാറാക്കിയിരിക്കുന്നത് പോലെയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾക്ക് തയ്യാറാക്കപ്പെടേണ്ടി വരുന്ന സന്ദർഭത്തിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫോർമുലയുടെ സഹായത്തിലൂടെ നമുക്ക് ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റും. അതെങ്ങനെയെന്നുള്ളതാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയ സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യപ്പെടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിലുള്ള ബെൽ ബട്ടൺ കൂടി നിങ്ങൾ ഓണാക്കിയിട്ടാൽ മതിയാവും. നേരെ നമുക്ക് എക്സലിൽ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. നിരവധി പ്രോഡക്റ്റുകളും അതിൻ്റെ ടോട്ടൽ സെയിൽ എന്ന് പറയുന്ന മറ്റൊരു കോളവും നമുക്ക് മന്ത്ലി റിപ്പോർട്ട് എന്നറിയപ്പെടുന്ന കോളത്തിനകത്ത് അതിൻ്റെ പ്രോഗ്രസ് ബാറാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഫോർമുല ഇൻസർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈക്വൽ സിമ്പിൾ സ്റ്റാർട്ട് ചെയ്യുന്നു. റിപ്പീറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ്റെ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. റിപ്പീറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ മെൻഷൻ ചെയ്യപ്പെടുന്ന ടെസ്റ്റുകളോ അതല്ലെങ്കിൽ സിമ്പലുകളോ റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഏത് ടെസ്റ്റാണ് അല്ലെങ്കിൽ ഏത് സിമ്പലാണ് റിപ്പീറ്റ് ചെയ്ത് വരേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മൾ മെൻഷൻ ചെയ്യുക. ഇവിടെ ഞാൻ യൂസ് ചെയ്യപ്പെടുന്നത് പൈപ്പ് സിമ്പൽ എന്നറിയപ്പെടുന്ന കീബോർഡിനകത്തുള്ള ഒരു സിമ്പലിനെയാണ്. അതിനെ ഡബിൾ കോട്ട്സിൽ അടക്കം ചെയ്യുക. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഡബിൾ കോട്ട്സ് കൊടുക്കുക. അതിനുശേഷം പൈപ്പ് സിമ്പൽ ഇൻസർട്ട് ചെയ്യുക. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ലൈനാണ് പൈപ്പ് സിമ്പൽ എന്നറിയപ്പെടുന്നത്. അതിനുശേഷം കോമ കൊടുക്കുക. എത്ര തവണയാണത് റിപ്പീറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യുക. അത് ടോട്ടൽ സെയിൽസിനകത്തുള്ള വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്. ഇൻറ്റു 100 ടൈംസ് ആണ് മെൻഷൻ ചെയ്യുന്നത്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എത്രയാണോ ഇതിനകത്തുള്ള വാല്യൂസിൻ്റെ റിപ്പീറ്റേഷൻസ് നമുക്കവിടെ കാണാൻ കഴിയും. അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഈ പറയുന്ന വാല്യൂ കിട്ടിയിരിക്കുന്നതിനകത്തുനിന്ന് സെലക്ട് ചെയ്തിട്ട് നേരെ ഫോണ്ടിൽ പോവുക. ഫോണ്ടിൽ നിന്ന് നമ്മൾ പ്ലേബിൾ എന്നറിയപ്പെടുന്ന ഒരു ഫോണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുണ്ടാവും. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി പ്രോഗ്രസ് ബാർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതേ സെയിം ഫോമുല തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് താഴേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫോമുല ടൈപ്പ് ചെയ്ത കോളത്തിൻ്റെ സെല്ലിൻ്റെ റൈറ്റ് സൈഡിലെ ബോട്ടമിലുള്ള ചെറിയ ബോക്സിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾക്കവിടെ പ്രോഗ്രസ് ബാർ നമുക്ക് കിട്ടുന്നതാണ്. ഇത് വ്യത്യസ്ത കളറിലേക്ക് നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഓരോ പർട്ടിക്കുലർ സെല്ലും സെലക്ട് ചെയ്തതിന് ശേഷം ഫോണ്ടിൻ്റെ കളറ് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വ്യത്യസ്ത കളറുകളിൽ പ്രോഗ്രസ് ബാറിനെ നമുക്കവിടെ ലഭ്യമാകുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ.